ക്രാബ്ട്രീ വയർ ഫ്രീ NXT നിങ്ങളെ സഹായിക്കുന്നു. ഇനി നിങ്ങളുടെ വീടുകൾ സ്മാർട്ട് വീടുകളാക്കി മാറ്റൂ ഹാവൽസ് ക്രാബ്ട്രീ ഉൽപ്പന്നങ്ങളോടൊപ്പം. 15 വയസ്സുവരെയുള്ള കുട്ടികളുടെ ക്ഷേമത്തിനായുള്ള ഡെയറിംഗ് പ്രിൻസ് ഫൗണ്ടേഷൻ ആരംഭിച്ചു. 15 വയസ്സുവരെയുള്ള കുട്ടികളുടെ ക്ഷേമത്തിനായി ഡോക്ടർ കമൽ എച്ച് മുഹമ്മദിന്റെ ഡെയറിംഗ് പ്രിൻസ് ഫൗണ്ടേഷൻ ഔദ്യോഗികമായി ആരംഭിച്ചു. തന്റെ ആത്മകഥയായ ഡെയറിംഗ് പ്രിൻസിന് അന്താരാഷ്ട്ര പുരസ്കാരങ്ങളടക്കം നിരവധി അവാർഡുകൾ നേടിയെത്തിയതിന് പിന്നാലെയാണ് കമലിന്റെ പുതിയ നീക്കം. 15 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ധൈര്യം, സംസ്കാരം, അനുകമ്പ എന്നിവ ശാക്തീകരിക്കാൻ ഉതകുന്ന തരത്തിലാണ് ഫൗണ്ടേഷൻ പ്രവർത്തിക്കുക. 30 വർഷത്തിലധികമായി ദുബൈ, യമൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ജോലി ചെയ്ത പ്രവാസിയും കണ്ണൂർ സ്വദേശിയുമായ കമൽ ഇപ്പോൾ നേര്യമംഗലം തലേക്കോടാണ് താമസിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഭാര്യ യമൻകാരിയാണ്. യമൻ യുദ്ധമുഖത്ത് നിന്നും തിരിച്ചെത്തിയ ഈ മനുഷ്യസ്നേഹി യമനിൽ നിന്നും നിരവധി ഇന്ത്യക്കാരെ രക്ഷിക്കുന്നതിൽ മുന്നിൽ നിന്നിരുന്നു. പ്രവാസ ലോകത്തെ ജയിൽ ജീവിതം അടക്കം രേഖപ്പെടുത്തി 2024 പുറത്തിറക്കിയ ഡെയറിംഗ് പ്രിൻസ് എന്ന ആത്മകഥയ്ക്കാണ് അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ ഉൾപ്പെടെ 19 അവാർഡുകൾ ലഭിച്ചിട്ടുള്ളത്. ധീരനായ രാജകുമാരൻ എന്ന പേരിൽ മലയാളത്തിലും ആത്മകഥ ലഭ്യമാണ്. ഫ്രഞ്ച്, അറബിക്, അംഹറിക്, തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി, ഗുജറാത്തി തുടങ്ങിയ വിവിധ ഭാഷകളിലേക്ക് പുസ്തകം തർജ്ജമ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 30 വർഷമായിട്ട് പ്രവാസിയായിരുന്നു. ദുബായിലുണ്ടായിരുന്നു, അതുപോലെ തന്നെ യമനിലും. യമനിൽ 2015 വരെ യമനിലുണ്ടായിരുന്നു. അന്നേരം ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ ഓപ്പറേഷൻ റാഹത്ത് ഇതിലാണ് ഞങ്ങൾ കുടുംബമായിട്ട് ഇങ്ങോട്ടേക്ക് വരേണ്ടി വന്നത്. ഭാര്യ യമൻ സ്വദേശിയാണ്. 3 മക്കളുണ്ട്. 3 മക്കൾ. മൂത്തവൻ 22 അവാർഡ് ജേതാവായിരുന്നു. പിന്നെ ഇപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്കാണ് എൻ്റെ പദ്ധതികളെല്ലാം മാറ്റിയിട്ടുള്ളത്. 2 പുസ്തകം എഴുതിയിട്ടുണ്ട്. 2നും ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ തന്നെ മലയാളം ആത്മകഥയാണ്. അപ്പോൾ അതിന് എല്ലാവിധ പുരസ്കാരങ്ങളും 10, 18, 19 പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. നേപ്പാളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം അടുത്തത് ഭൂട്ടാനിലാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് വരുന്ന എല്ലാ റോയൽറ്റിയും ഞാൻ ജീവകാരുണ്യ പ്രവർത്തനം 15 വയസ്സ് വരെയുള്ള കുട്ടികളെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചെലവാക്കാൻ പോകുന്നത്. പുസ്തക വിൽപ്പനയിൽ നിന്നുള്ള വരുമാനമെല്ലാം ഫൗണ്ടേഷന്റെ കീഴിൽ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുമെന്ന് കമൽ എച്ച് മുഹമ്മദ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.